JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചറുടെ പ്രൊഫഷണൽ ആൻസർ കീ PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ധാരാളം ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു അത് പ്രൊഫഷണൽ ആൻസർ കീ വന്നു കഴിയുമ്പോൾ ഒരു ക്ലാസ് എടുക്കാവോ എന്ന്. നമുക്ക് പ്രൊഫഷണൽ ആൻസർ കീ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ അകത്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ചലഞ്ച് ചെയ്യണം, എങ്കിൽ മാത്രമേ അത് ഡിലീഷൻ ആയി പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ഒരു വിശദമായ ഒരു ക്ലാസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശിശുവിന്റെ സാമൂഹീകരണത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ്? വീടാണ് അല്ലേ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത്, പ്രീ പ്രൈമറി ക്ലാസ്സുകളിലെ കുട്ടികളിൽ സഹകരണ മനോഭാവം വളർത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം ഏതാണ്? കളികളാണ്. അടുത്ത്, ടീച്ചർ പ്രീ പ്രൈമറി ക്ലാസ്സിൽ കഥ അവതരിപ്പിച്ചപ്പോൾ ഒരു കുട്ടി മാത്രം ശ്രദ്ധിക്കുന്നില്ല. എല്ലാ കുട്ടികൾക്കും നിശ്ചിത പഠന ലക്ഷ്യം കൈവരിക്കുന്നതിനായി ഇവിടെ സ്വീകരിക്കാവുന്ന മാർഗം എന്താണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? പഠന സാമഗ്രികളും ശബ്ദവ്യതിയാനവും ഉപയോഗപ്പെടുത്തി കഥ പുനരവതരിപ്പിക്കുക. അടുത്ത്, ശിശു വിഹാര കേന്ദ്രങ്ങളിൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കായി ഒരുക്കേണ്ടത് എന്തെല്ലാം? അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം, അതായത് ശാസ്ത്രീയമായ ശിശു പരിചരണം, സമഗ്ര വികാസത്തിന് ഉതകുന്ന വിദ്യാഭ്യാസം, വൈവിധ്യപൂർണമായ അനുഭവങ്ങൾ. പ്രീ സ്കൂൾ അധ്യാപകർ ഏതെല്ലാം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം? അതായത് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ. ഓപ്ഷൻ എ, ബി, സി, ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പം പ്രോത്സാഹനവും അംഗീകാരവും നൽകി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ പ്രാപ്തരാകണം, ആശയങ്ങളും ചിന്തകളും പ്രകാശിപ്പിക്കാനുള്ള അവസരം നൽകണം, മറ്റുള്ളവരുമായി ഇടപഴകാനുള്ള അവസരം നൽകണം. ഇതെല്ലാം ശരിയായ ഉത്തരങ്ങളാണ്. അടുത്ത്, ശിശുക്കളുടെ മാനസിക ആവശ്യങ്ങൾ പെടാത്തത് ഏതാണ്? സമ്പാദ്യമാണ് ശരിയായ ഉത്തരം. അടുത്ത്, പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യമുള്ളത് ശിശു മനഃശാസ്ത്രമാണ്. അടുത്ത്, നിറം, ആകൃതി, വലിപ്പം, നീളം തുടങ്ങി ഒന്നിലേറെ മാനദണ്ഡങ്ങൾ പരിഗണിച്ച് വസ്തുക്കളെ തരംതിരിച്ച് ക്രമീകരിക്കുവാൻ കഴിയുന്ന സാധാരണ പ്രായം ഏത്? 4 വയസ്സിന് മുകളിൽ. കിൻഡർ ഗാർഡന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഫെഡറിക് ഫ്രോബൽ. അടുത്ത്, അഭിനയ ഗാനം അവതരിപ്പിക്കുന്നതിലൂടെ കുട്ടികളിൽ ഉണ്ടാകുന്ന വികാസം എന്തൊക്കെയാണ്? ഭാഷാശേഷി വികസനം, സർഗാത്മകത, ശാരീരിക വികസനവും താളബോധവും. ഇവയെല്ലാം ശരിയാണ്. സാമൂഹിക ഇടപെടലിലൂടെയാണ് പഠനം അഥവാ അറിവ് സൃഷ്ടിക്കപ്പെടുന്നതെന്ന് അഭിപ്രായപ്പെട്ടത് വിഗോട്സ്കി ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത്, നവജാത ശിശുക്കളുടെ വികാരങ്ങളെ കുറിച്ച് പഠനം നടത്തിയത് ആര്? ബ്രിഡ്ജസ് ആണ്. അടുത്ത ചോദ്യം, ഒരു കുട്ടിയുടെ തലച്ചോർ ഏറ്റവും നന്നായി വളരുന്ന കാലഘട്ടം 5 വയസ്സുവരെയാണ്. അടുത്ത്, കുട്ടിയുടെ വികാസത്തെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? പാരമ്പര്യവും പരിസരവും. പഠനം ആരംഭിക്കുന്നത് എപ്പോൾ മുതലാണ്? ജനനം മുതൽ. കിൻഡർ ഗാർഡൻ എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? കുട്ടികളുടെ പൂന്തോട്ടം. ശിശുവിനെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിന്റെ കർത്താവ് മോണ്ടിസോറി. അന്താരാഷ്ട്ര ശിശുദിനവുമായി ആചരിക്കുന്നത് ജൂൺ 1. പ്രീ പ്രൈമറി വിദ്യാർത്ഥിയായ ശ്രീകുട്ടന് വായനാപരമായ ബുദ്ധിമുട്ടുകളും അതിനോടനുബന്ധിച്ച് പഠന പ്രശ്നങ്ങളും ഉണ്ട്. കുട്ടി നേരിടുന്ന പ്രയാസം എന്താണ്? ഡിസ്ലെക്സിയ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. കേരളത്തില് പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ചുമതല ആർക്കാണ്? SCERT. അടുത്ത്, കുട്ടികൾക്ക് വ്യത്യസ്ത ശബ്ദങ്ങൾ കേൾക്കാൻ അവസരം നൽകുന്നതുകൊണ്ട് ഉണ്ടാകുന്ന വികാസം എന്താണ്? ഇന്ദ്രിയ വികാസം. കുട്ടികളുടെ അവകാശ ഉടമ്പടിയിലൂടെ മുഴുവൻ കുട്ടികൾക്കും ഉറപ്പ് നൽകുന്ന എന്താണ്? അതിജീവനം, സംരക്ഷണം, പങ്കാളിത്തം. ഇവയെല്ലാമാണ്. ബാല്യകാല വിദ്യാഭ്യാസത്തിന് യൂണിസെഫിന്റെ പങ്ക് എന്താണ്? ഗുണനിലവാരമുള്ള ആരോഗ്യം, പോഷകാഹാരം, രക്ഷകർതൃ കുടുംബ പിന്തുണ. ഇവയെല്ലാം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. പ്രീ സ്കൂൾ പിന്തുണാ സംവിധാനങ്ങൾ ഉൾപ്പെടാത്ത എന്ത്? കൃഷി വകുപ്പ്. ഇന്ത്യയില് ബാല്യ സംരക്ഷണം വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം 2013. പ്രീ സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ദേശീയ സംവിധാനം ഏതാണ്? ICDS. വനിതാ ശിശു വികസന വകുപ്പ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ ഇടപെടേണ്ട മേഖല ഏതാണ്? പ്രവർത്തകർക്ക് ശാസ്ത്രീയ പരിശീലനം, ആരോഗ്യം, പോഷണം, സുരക്ഷ, ശാസ്ത്രീയ പ്രീ സ്കൂൾ പരിശീലനം. ഇവയെല്ലാം. അടുത്ത്, കുട്ടികളുടെ അവകാശ ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത് എന്നാണ്? 1989. കഥ പറഞ്ഞുകൊണ്ടിരുന്ന അധ്യാപിക ബാക്കി ഭാഗം പൂർത്തിയാക്കി പറയാൻ കുട്ടികൾക്ക് അവസരം നൽകി. ഈ പ്രവർത്തനത്തിന്റെ ലക്ഷ്യം സർഗാത്മകത വളർത്തുക. കുട്ടി ക്ലാസ്സിലെ പ്രവർത്തനങ്ങളിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധ, ഭാവന, ജിജ്ഞാസ തുടങ്ങിയവ കുട്ടികളിൽ ഉണ്ടാവാൻ ടീച്ചർക്ക് ചെയ്യാവുന്നത് എന്താണ്? കഥകൾ പറഞ്ഞു കൊടുക്കുക. ജനനം മുതൽ 6 വയസ്സുവരെ പ്രായമുള്ള ശിശുക്കളുടെ സമഗ്ര വികാസം ലക്ഷ്യമാക്കി 1975 രൂപീകരിച്ച പദ്ധതി ഏതാണ്?
സംയോജിത ശിശു വികസന പരിപാടി. താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രീ പ്രൈമറി ക്ലാസ്സിലെ ഗണിത ആശയ രൂപീകരണ ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്ന ഏതാണ്? ELPS. ദേശീയ ശിശു നയം പ്രഖ്യാപിച്ച വർഷം ഏത്? 1974. ശിശു വികാസത്തിന്റെ 4 മേഖലയിൽ ഉൾപ്പെടാത്ത ഏത്? ആശയവിനിമയപരമായ വികാസം. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രായ ഘട്ടത്തിലാണ് കുട്ടികൾ സാങ്കല്പിക എഴുത്ത്, സാങ്കല്പിക വായന എന്നിവ പ്രകടിപ്പിക്കുന്നത്? 5+. കളിത്തോണിയില് സൂക്ഷ്മ പേശി വികാസനത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എന്താണ്? ചിത്രം വര, നിറം നൽകൽ. 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്ത ഏതാണ്? അമൂർത്ത ചിന്താശേഷി നേടുന്നു. സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും മാറാനും പഠിച്ചിട്ടുള്ള വ്യക്തിയെ മാത്രമേ വിദ്യാസമ്പന്നൻ എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ആരാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്? കാൾ റോജേഴ്സ്. കണ്ടെത്തൽ പഠനം, സർഗാത്മക പഠനം, സഹവർത്തിത പഠനം, പ്രവർത്തനത്തിലൂടെയുള്ള പഠനം എന്നിവ ഏത് പഠന സമ്പ്രദായത്തിന്റെ സവിശേഷതകളാണ്? സാമൂഹ്യ ജ്ഞാന നിർമ്മിത വാദം. ഒരു ക്ലാസ് മുറിയിലെ കുട്ടികളുടെ സാമൂഹ്യ ബന്ധം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപാധി ഏതാണ്? സോഷ്യോമെട്രി. വികാസത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത്? വികാസം ബാഹ്യമായ മാറ്റങ്ങളെ മാത്രം കുറിക്കുന്നു. നിരീക്ഷണം, താരതമ്യം ചെയ്യല്, വർഗീകരിക്കല്, നിഗമനത്തിലെത്തല് എന്നിവ ഏത് മാനസിക പ്രക്രിയയുടെ ഘട്ടങ്ങളാണ്? ആശയ രൂപീകരണം. മാതാപിതാക്കൾ, മുതിർന്ന ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടികൾ അനുകരിക്കുന്നു. ഈ പ്രസ്താവന ഏത് മനഃശാസ്ത്ര സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാമൂഹ്യ പഠന സിദ്ധാന്തം. 4 വയസ്സുകാരനായ അമൽ സ്വയം സംസാരിച്ചുകൊണ്ടാണ് മിക്കപ്പോഴും ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുള്ളത്. കുട്ടിയുടെ ഈ സ്വഭാവം എന്തിനെ സൂചിപ്പിക്കുന്നു? ഭാഷാപരമായ വികാസം. ഒരു വസ്തുവിന്റെ ചിത്രവും അതിന്റെ പേര് എഴുതിയ പദകാർഡും സംയോജിച്ചു അവതരിപ്പിക്കുന്ന രീതി ഏത് പഠന സിദ്ധാന്തത്തിന് ഉദാഹരണമാണ്? അനുബന്ധന സിദ്ധാന്തം. റെയ്മണ്ട് കാറ്റലിന്റെ സിദ്ധാന്തം അനുസരിച്ച് ആർജിത ജ്ഞാനത്തെ പ്രശ്നപരിഹാരണ സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള കഴിവിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഫൗണ്ടേഷൻ സ്റ്റേജിൽ ഉൾപ്പെടുന്ന പ്രീ സ്കൂൾ സ്റ്റേജിന്റെ പ്രായഘട്ടം ഏതാണ്? 3 മുതൽ 6 വരെ. നിപുൺ ഭാരത് പദ്ധതി ലക്ഷ്യമാക്കുന്ന എന്താണ്? 2026-27 വർഷത്തോടുകൂടി രാജ്യത്തെ 3ാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും അടിസ്ഥാന ഭാഷാശേഷിയും ഗണിതശേഷിയും ആർജിക്കുക. വിദ്യാപ്രവേശ് പരിപാടിയുടെ ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? പ്രീ സ്കൂൾ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കുന്നതിനുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ആകർഷകമായ രീതിയിൽ വിവിധ പ്രവർത്തന ഇടങ്ങള് ക്രമീകരിച്ചുകൊണ്ട് പ്രീ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തിയ പദ്ധതി ഏതാണ്? വർണ്ണക്കൂടാരം. ദേശീയ ശിശു വികസന മന്ത്രാലയം അംഗൻവാടികളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ പാഠ്യപദ്ധതി ഏതാണ്? ആധാർശില. താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രീ സ്കൂൾ കുട്ടികളുടെ വിലയിരുത്തലിന് അനുയോജ്യമായ ഉപാധി ഏതാണ്? അനൗപചാരിക സംഭാഷണം. ശിശു വികാസത്തിന്റെ സാമൂഹികവും വൈകാരികവുമായ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന ബഹുമുഖ ബുദ്ധി ഏതാണ്? വ്യക്തിയാന്തര ബുദ്ധി. 3 വയസ്സുള്ള കുട്ടിക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഏത് ശേഷിയാണ് ഉള്ളത്? സ്ഥായിയായ ഒരു സ്വഭാവ രീതി ആർജിക്കുന്നു. ശിശു പ്രകൃതത്തിന്റെ പ്രധാന സവിശേഷത താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? അതിയായ ജിജ്ഞാസയും അന്വേഷണ പ്രവണതയും. കുട്ടി ലോകത്തെ തന്റെ കാഴ്ചപ്പാടിൽ കാണുന്നു എന്ന് ഏതു ശിശു പ്രകൃതത്തോട് ബന്ധപ്പെട്ടു നൽകുന്നു? സ്വയം കേന്ദ്രീകൃതം. പ്രീ സ്കൂൾ പാഠ്യപദ്ധതിയുടെ ശരിയായ കാഴ്ചപ്പാട് ഏത്? ശിശു കേന്ദ്രിതവും പ്രവർത്തനാധിഷ്ഠിതവും അനുഭവ സമ്പന്നവും. ശിശു വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യം കുട്ടിയുടെ സമഗ്ര വികാസമാണ്. അസേർഷൻ ആണ് റീസൺ. പ്രീ സ്കൂൾ വിദ്യാഭ്യാസം കേവലം അക്ഷര അക്ക പരിജ്ഞാനം നൽകുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അസേഷനും റീസണും ശരിയാണ്. റീസൺ അസേഷനെ ശരിയായി വിശദീകരിക്കുന്നു. കളിയാണ് രീതി എന്ന ആശയം സൂചിപ്പിക്കുന്നത് എന്താണ്? കളി പഠനത്തിന്റെയും ആവിഷ്കാരത്തിന്റെയും സ്വാഭാവിക മാർഗമാണ്. കൂട്ടുകാരുമായി പങ്കിടുക, മാറി മാറി കളിക്കുക എന്ന ഏത് വികാസ മേഖലയും ബന്ധപ്പെട്ടതാണ്? സാമൂഹിക വികാസം. കേൾക്കുന്ന മനസ്സിലാക്കുകയും ചെയ്യാനുള്ള കഴിവ് ഏത് ഭാഷാ സംബന്ധമായ കഴിവാണ്? ആശയ സ്വീകരണം. വസ്തുക്കളെ താരതമ്യം ചെയ്യുക, പൊരുത്തപ്പെടുത്തുക, വർഗീകരിക്കുക എന്നിവ ഏത് മേഖലയെ ശക്തിപ്പെടുത്തുന്നു? വൈജ്ഞാനിക വികാസം. ചിത്രരചന, പാട്ട്, നൃത്തം, നാടകാവിഷ്കാരം എന്നിവ പ്രധാനമായും ഏത് മേഖലയെ വളർത്തുന്നു? സർഗാത്മകവും സൗന്ദര്യാത്മകവുമായ വികാസം. കൂട്ടായ കളികൾ പ്രധാനമായും ഏത് കഴിവിനെ വളർത്തുന്നു? സാമൂഹിക ബന്ധം. കഥകൾ, പാട്ടുകൾ, സംവാദങ്ങൾ എന്നിവ ഏത് മേഖലയെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നു? ഭാഷാ വികാസം. അസേർഷൻ. പ്രീ സ്കൂൾ അധ്യാപകൻ വിജ്ഞാനം നേരിട്ട് പകർന്നു നൽകുന്ന ആളായിരിക്കണം. റീസൺ. കുട്ടി സ്വയം അനുഭവിച്ച് പഠിക്കുന്ന സാഹചര്യങ്ങൾ ഒരുക്കുക എന്നത് അധ്യാപകന്റെ ചുമതലയാണ്. അപ്പോൾ അസേർഷൻ തെറ്റാണ്, റീസൺ ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ആശയ രൂപീകരണം പ്രധാനമായും ഏത് മേഖലയോട് ചേർന്നാണ്? വൈജ്ഞാനിക വികാസ മേഖല.
അസർഷൻ ശിശുവിന്റെ മാതൃഭാഷയെ മാനിക്കുന്ന പഠനരീതി ആവശ്യമാണ്. റീസൺ പരിചിതമായ ഭാഷയിലൂടെ കുട്ടി ആശയം എളുപ്പത്തിൽ ഗ്രഹിക്കുന്നു. അസർഷനും റീസണും ശരിയാണ്. റീസൺ അസർഷനെ ശരിയായി വിശദീകരിക്കുന്നു. അസർഷൻ ശിശു പ്രകൃതം മനസ്സിലാക്കാതെ ശിശു വിദ്യാഭ്യാസം ഫലപ്രദമാക്കാനാവില്ല. റീസൺ കുട്ടിയുടെ താല്പര്യങ്ങളും വളർച്ചാതലവും വ്യത്യസ്തമാണ്. ഇതില് അസർഷനും റീസണും ശരിയാണ്. റീസൺ അസർഷനെ ശരിയായി വിശദീകരിക്കുന്നു. സമഗ്ര പാഠ്യപദ്ധതിയുടെ ശരിയായ സവിശേഷത വികാസ മേഖലകളെ പരസ്പരം ബന്ധപ്പെടുത്തി അനുഭവങ്ങൾ നൽകൽ. പ്രീ സ്കൂൾ വിലയിരുത്തലിന്റെ പ്രധാന ലക്ഷ്യം എന്ത്? ഓരോ വികാസ മേഖലയും കുട്ടിയുടെ നിലവിലെ അവസ്ഥ എന്തെന്ന് തിരിച്ചറിയുന്നതിനും പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും. പ്രീ സ്കൂൾ വിലയിരുത്തലിന്റെ നിരീക്ഷണം പ്രധാനമാണെന്നതിന് കാരണം എന്ത്? കുട്ടികളിൽ മറ്റു പ്രവർത്തനങ്ങളിൽ കുട്ടിയുടെ യഥാർത്ഥ കഴിവുകൾ കൂടുതൽ പ്രകടമാകുന്നു. വിലയിരുത്തൽ ഫലങ്ങൾ അധ്യാപകനെ പ്രധാനമായി എന്തിനു സഹായിക്കുന്നു? ശിശു പ്രവർത്തനങ്ങളിൽ സന്ദർഭോചിതമായ മാറ്റങ്ങൾ അപ്പോൾ വിലയിരുത്തുന്നതിന്. അസർഷൻ പ്രീ സ്കൂൾ വിലയിരുത്തൽ തുടർച്ചയായ പ്രക്രിയ ആയിരിക്കണം. റീസൺ കുട്ടികളുടെ വളർച്ചയും പഠനവും ദിനംപ്രതി മാറ്റങ്ങൾക്ക് വിധേയമാവുന്നു. അസർഷനും റീസണും ശരിയാണ്. റീസൺ അസർഷനെ ശരിയായി വിശദീകരിക്കുന്നു. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത് വിലയിരുത്തൽ ഫലങ്ങൾ പങ്കുവയ്ക്കുന്നതിന്റെ അന്തിമ ലക്ഷ്യം ഏത്? കുട്ടിയുടെ സമഗ്ര വികസനത്തിന് ബന്ധപ്പെട്ടവരുടെ പിന്തുണ ഉറപ്പാക്കുന്നതിന്. അസർഷൻ രേഖപ്പെടുത്തൽ വിലയിരുത്തലിന്റെ പ്രധാന ഘടകമാണ്. റീസൺ രേഖകൾ കുട്ടിയുടെ പുരോഗതി തിരിച്ചറിയാനും മാതാപിതാക്കളുമായി പങ്കുവയ്ക്കാനും സഹായിക്കുന്നു. അസർഷൻ റീസണും ശരിയാണ്. റീസൺ അസർഷനെ ശരിയായി വിശദീകരിക്കുന്നു. അസർഷൻ കുട്ടികളുടെ പ്രവർത്തനങ്ങൾ ആസ്പദമാക്കിയുള്ള നിരീക്ഷണം പ്രീ സ്കൂൾ വിലയിരുത്തലിന്റെ പ്രാധാന്യമല്ല. റീസൺ സ്വാഭാവിക പ്രവർത്തനങ്ങൾക്കിടെ കുട്ടിയുടെ യഥാർത്ഥ കഴിവുകൾ കൂടുതലായി പ്രകടമാകുന്നു. അസർഷൻ തെറ്റാണ്. റീസൺ ശരിയാണ്. ഏകോപനം എന്ന ആശയം പ്രധാനമായി സൂചിപ്പിക്കുന്ന എന്താണ്? കുടുംബം, സമൂഹം, വിദ്യാഭ്യാസ ഏജൻസികൾ എന്നിവയുടെ സഹകരണം. പിന്തുണാ സംവിധാനത്തിൽ പ്രധാനമായി ഉൾപ്പെടുന്ന ഏത്? നിരന്തര അധ്യാപക പരിശീലനം, പഠന സാമഗ്രികളുടെ ലഭ്യത ഉറപ്പുവരുത്തൽ, ഫലപ്രദമായ മാർഗനിർദ്ദേശങ്ങൾ. അസർഷൻ പ്രീ സ്കൂൾ വിദ്യാഭ്യാസ രക്ഷകർത്താക്കൾ സഹപങ്കാളികളാണ്. വീട്ടിലെ റീസൺ വീട്ടിലെ അനുഭവങ്ങളും കുട്ടികളുടെ സ്കൂളിലെ അനുഭവങ്ങളും തമ്മിൽ ബന്ധം ഉണ്ടാകുമ്പോൾ കുട്ടിയുടെ പഠനം മെച്ചപ്പെടുന്നു. അപ്പോൾ ഇതിന്റെ അകത്ത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അസർഷൻ റീസണും ശരിയാണ്. റീസൺ അസർഷനെ ശരിയായി വിശദീകരിക്കുന്നു. അടുത്ത് അസർഷൻ ഓപ്പൺ ഹൗസ് പോലുള്ള രീതികൾ രക്ഷകർത്തൃ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നു. റീസൺ അധ്യാപകർ രക്ഷകർത്താക്കളും കുട്ടിയുടെ പുരോഗതി പങ്കുവയ്ക്കാൻ ഇത്തരം അവസരങ്ങൾ സഹായിക്കുന്നു. അസർഷൻ റീസണും ശരിയാണ്. റീസൺ അസർഷനെ ശരിയായി വിശദീകരിക്കുന്നു. കുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഘടകം ഏത്? രക്ഷകർത്തൃ സമീപനവും വീട്ടിലെ അന്തരീക്ഷവും. രക്ഷകർത്തൃ വിദ്യാഭ്യാസത്തിന് അനിവാര്യത എന്താണ്? കുട്ടിയുടെ വളർച്ചയെ ശാസ്ത്രീയമായി പിന്തുണയ്ക്കാൻ. രക്ഷകർത്തൃത്വത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം ഏത്? സ്നേഹവും മാനസിക പിന്തുണയും. അസർഷൻ സാമൂഹ്യ പങ്കാളിത്തം പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തും. റീസൺ പ്രാദേശിക വിഭവങ്ങൾ, ആളുകൾ, സേവനങ്ങൾ എന്നിവ കുട്ടിയുടെ പഠനാന്തരീക്ഷം സന്തുഷ്ടമാക്കും. അസർഷനും റീസണും ശരിയാണ്. റീസൺ അസർഷനെ ശരിയായി വിശദീകരിക്കുന്നു. വീട്, സ്കൂള് സഹകരണം ആവശ്യമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? കുട്ടിയുടെ വളർച്ച വീട്ടിലും വിദ്യാലയത്തിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിനാൽ. സാമൂഹിക പക്വത എന്നത് പ്രധാനമായി എന്തിനെ സൂചിപ്പിക്കുന്നു? സമൂഹത്തില് ഉത്തരവാദിത്തത്തോടെ ഇടപെടാനുള്ള മനോഭാവം. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ മനുഷ്യ ശരീരം സ്വയം സംശ്ലേഷിക്കുന്ന ജീവകം ഏത്? ജീവകം ഡി. ചുവടെ നൽകിയിരിക്കുന്ന പോഷക അപര്യാപ്തത രോഗങ്ങളുടെ കൂട്ടം കണ്ടെത്തി എഴുതുക. മരാസ്മസ്, ഗോയിറ്ററസ്, സ്കർവി, കണ. ജീവനുള്ളവ അതിന്റെ ഘടകങ്ങളുടെ വളർച്ചയ്ക്കും നവീകരണത്തിനും പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതയ്ക്കും വേണ്ടി ചുറ്റുപാടിൽ നിന്നും പദാർത്ഥങ്ങൾ സ്വീകരിക്കുകയും ഉപയോഗപ്രദമാക്കുകയും ചെയ്യുന്ന സംഘടിത പ്രക്രിയ ഏത്? പോഷണം. പേശികളുടെ പ്രോട്ടീൻ ഏത് പേരിൽ അറിയപ്പെടുന്നു? മയോസിൻ. ധാതു ലവണങ്ങൾ, ജീവകം എന്നീ പോഷകങ്ങളുടെ പ്രധാന ധർമ്മം ഏത്? രോഗപ്രതിരോധ ശക്തി നൽകല്. പൊണ്ണത്തടി എന്ന അവസ്ഥയിലുള്ള കുട്ടിയുടെ ശരീര പിണ്ഡ സൂചിക ചുവടെ നൽകിയിട്ടിൽ നിന്നും കണ്ടെത്തുക. 30 മുതൽ മുകളിലോട്ട്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. ശൈശവ പരിചരണ വിദ്യാഭ്യാസ പാഠ്യപദ്ധതി ആസൂത്രണവും നടപ്പാക്കലും ആരുടെ ഉത്തരവാദിത്തമാണ്? 1 വനിതാ ശിശു വികസന മന്ത്രാലയം, 2 ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം, 3 ആദിവാസി ക്ഷേമ മന്ത്രാലയം. 1ഉം 2ഉം 3ഉം സംയുക്തമായി. അതാണ് ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ. ശിശുക്കളുടെ ആരോഗ്യം നിലനിർത്തുന്നതിനുള്ള പോഷകാഹാരം നൽകുക, ശിശുക്ഷേമത്തിനുള്ള പരിപാടികൾ നടപ്പിലാക്കുക, ശിശുക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വിവിധ ഏജൻസികളുടെ പ്രൊജക്ടുകൾക്ക് ധനസഹായം നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന അന്തർദേശീയ ഏജൻസി ഏത്? യൂണിസെഫ്. UNICEF. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. കുട്ടികളിൽ കൗതുകം വളർത്തുന്നതിനും സർഗാത്മകത പരിപോഷിപ്പിക്കുന്നതിനും ശാരീരിക ചാലക വികാസത്തിനും സൂക്ഷ്മ സ്ഥൂല പേശി വികാസത്തിനും ഏറ്റവും ഫലപ്രദമായ പ്രീ സ്കൂൾ പ്രവർത്തന ഇടം ഏത്? നിർമ്മാണ ഇടം.
കേരളത്തിലെ സംയോജിത ശിശുവികസന പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാന ഏജൻസി ഏത്? സാമൂഹ്യക്ഷേമ വകുപ്പ്. വികാസ സമാശാസ്ത്രം, ശിശുവികാസം, പോഷണം, ആരോഗ്യ പരിരക്ഷ, സാമൂഹിക ധാർമ്മിക അടിത്തറ, ശിശു സൗഹൃദ പ്രവർത്തനങ്ങളും പഠന സങ്കേതങ്ങളും എന്നിവയെക്കുറിച്ചുള്ള പഠന പ്രായോഗിക പ്രീ സ്കൂൾ അധ്യാപകർ നേടുന്നത് എപ്പോൾ? സേവന പൂർവ്വ പരിശീലനം. പ്രീ സ്കൂളിന്റെ ഭൗതിക അന്തരീക്ഷത്തിൽ ഉൾപ്പെടുന്നവയുടെ കൂട്ടം തിരഞ്ഞെടുത്ത് എഴുതുക. പൂന്തോട്ടം, കളി ഉപകരണങ്ങള്, ചിത്രങ്ങളോടുകൂടിയ ഭിത്തികള്, കുടിവെള്ള ലഭ്യത. പ്രീ സ്കൂൾ കുട്ടികളുടെ സുരക്ഷയും സുരക്ഷിതത്വവുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ഇരിപ്പിടങ്ങളിലും മറ്റും കയറി നിൽക്കാനുള്ള അവസരം നൽകുക. അപ്പോൾ ഇതാണ് പ്രൊവിഷണൽ ആൻസർ കീ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം. ഓരോരുത്തർക്കും ലഭിച്ച മാർക്ക് നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരുടെ മാർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഓരോരുത്തരും അവരുടെ മാർക്കുകളൊക്കെ തന്നെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.